ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഹാരിസ് ടൊഡാറോ മോഡൽ എന്താണെന്ന് മനസ്സിലാക്കാം. ഇതിൽ റൂറൽ ഏരിയയിൽ നിന്നും അർബൻ ഏരിയയിലേക്ക് ആൾക്കാർ തൊഴിൽ അന്വേഷിച്ച് പോകുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഹാരിസ് ടൊഡാറോ മോഡൽ ഇതിൽ രണ്ട് സെക്ടറിനെ കുറിച്ചാണ് പറയുന്നത്, അർബൻ സെക്ടറും റൂറൽ സെക്ടറും. അർബൻ സെക്ടർ എന്ന് വെച്ചാൽ കുറച്ച് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് കൂടുതൽ നടക്കുന്ന ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റി ഏരിയസ് ആണ് അർബൻ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ അവിടെ മാനുഫാക്ചറിങ് ആയിരിക്കും, അതായത് ഉൽപ്പാദനമായിരിക്കും കൂടുതൽ നടക്കുന്നത്. എന്നാൽ റൂറൽ സെക്ടറിൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ആയിരിക്കും കൂടുതൽ നടക്കുന്നത്. ഇത് ഗ്രാമപ്രദേശങ്ങളാണ് റൂറൽ സെക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഈ മോഡലിനെ പറ്റിയുള്ള അടിസ്ഥാനപരമായ കാര്യമാണ് പറയാൻ പോകുന്നത്. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, ഈ മോഡൽ പറയുന്നത് വെൻ എ പേഴ്സൺ ഈസ് മൂവിങ് ഫ്രം റൂറൽ ഏരിയ ടു അർബൻ ഏരിയ. അർബൻ ഏരിയ എന്താണെന്ന് ഞാൻ കാണിച്ചു കഴിഞ്ഞു. ഒരു ഗ്രാമപ്രദേശത്ത് നിന്നും അർബൻ ഏരിയയിലേക്ക് അവർ പോകുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരു താരതമ്യ പഠനം നടത്തും, ഒരു കമ്പാരിസൺ നടത്തും. ഏതുമായിട്ട്? കമ്പാരിസൺ ബിറ്റ്വീൻ ആക്ച്വൽ റൂറൽ വേജ് ആൻഡ് എക്സ്പെക്റ്റഡ് അർബൻ വേജ്. അദ്ദേഹം ഇപ്പം നിലവിലുള്ളത് റൂറൽ ഏരിയയിലാണ്. അപ്പം അദ്ദേഹത്തിന് നിലവിൽ കിട്ടുന്ന വേജും ഇനി അർബൻ ഏരിയയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ലഭിക്കാൻ പോകുന്ന വേജും തമ്മിൽ ഇദ്ദേഹം ഒരു കമ്പാരിസൺ നടത്തും. ഇപ്പോൾ അവിടെ കിട്ടുന്ന വേജ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയാൽ പോരെ, ഇവിടെയും 100 രൂപ അവിടെയും 100 രൂപ കിട്ടുന്നെങ്കിൽ ഇദ്ദേഹത്തിന് ഇവിടെ തന്നെ നിന്നാൽ പോരെ. അതാണ് എൻ്റെ വ്യത്യാസം. അപ്പോൾ റൂറൽ ടു അർബൻ മൂവ്മെൻ്റ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഇഫ് ഇ ഈസ് ഗ്രേറ്റർ ദാൻ എ, അതായത് എക്സ്പെക്റ്റഡ് വേജ് എന്ന് പറയുന്നത്, അദ്ദേഹം പ്രതീക്ഷിക്കുന്ന വേജ് എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ഉള്ള വേജിനെക്കാട്ടിലും, അതായത് എന്താണ് ആക്ച്വൽ വേജിനെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഹി മൈഗ്രേറ്റ്സ്, ഇദ്ദേഹം അവിടേക്ക് പോകുന്നു. അതർവൈസ് നോട്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം അവിടേക്ക് പോകത്തില്ല. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത്. ഞാനിപ്പം പറഞ്ഞ കാര്യം സംഖ്യാരൂപത്തിൽ നോക്കാം, അതായത് ഒരു കാൽക്കുലേഷൻ ബേസിൽ നോക്കാം. എൻ്റെ ഉദാഹരണത്തിന് ഇപ്പോൾ ആക്ച്വൽ റൂറൽ വേജ് റേറ്റ്, അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്ന ഗ്രാമപ്രദേശത്തെ അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം 30 രൂപ പെർ ഡേ ആണ്, ഒരു ദിവസം 30 രൂപ വെച്ച് കിട്ടുന്നു. എന്നാൽ ആക്ച്വൽ അർബൻ വേജ് റേറ്റ് എന്ന് വെച്ചാൽ 60 രൂപയാണ്. അപ്പോൾ അവിടെ എന്താണ് കുറച്ച് കൂടുതൽ ഇരട്ടി കിട്ടുന്നുണ്ട്. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ജോലി ലഭിക്കണമെന്നില്ല. ചാൻസ് ഫോർ ഗെറ്റിംഗ് അർബൻ ജോബ്, അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പകുതിയിലും താഴെയാണ് ഇദ്ദേഹത്തിന് അവിടെ ജോലി ലഭിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത്. 0.4 ആണ് ഇദ്ദേഹത്തിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജോലി ലഭിക്കാനുള്ള സാധ്യത. അപ്പോഴത്തേക്ക് ഇവിടെ ഒരു കാൽക്കുലേഷനിലൂടെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ആ കാൽക്കുലേഷൻ ഇതാണ്: എക്സ്പെക്റ്റഡ് അർബൻ വേജ് റേറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ അർബൻ വേജ് റേറ്റിൽ 60 രൂപ ഇൻറ്റു അർബൻ ഏരിയയിൽ ജോലി ലഭിക്കാനുള്ള സാധ്യത, അതായത് ചാൻസ് ടു ഗെറ്റ് എംപ്ലോയ്മെൻറ്റ് ഇൻ അർബൻ സെക്ടർ, അതായത് 0.4. അപ്പോൾ എങ്ങനെ ആ കാൽക്കുലേഷൻ എങ്ങനെ വരും? സോ എക്സ്പെക്റ്റഡ് അർബൻ വേജ് റേറ്റ് ഈസ് 60 ഇൻറ്റു 0.4, അതായത് 60 എന്ന് വെച്ചാൽ അർബൻ വേജ് ഇൻറ്റു ജോലി ലഭിക്കാനുള്ള സാധ്യത ഈസ് ഈക്വൽ ടു 24. അപ്പോൾ അവിടെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അർബൻ വേജ് 24 ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹം മൈഗ്രേറ്റ് ചെയ്യോ? ഇല്ല. കാര്യം ഇദ്ദേഹത്തിന് ഇപ്പോൾ നിൽക്കുന്ന റൂറൽ ഏരിയയിൽ ഓൾറെഡി 30 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് പോകുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കാം, അതായത് ഇതിൻ്റെ ഡയഗ്രാം. ഇതിൽ 2 y ആക്സിസും ഒരു കോമൺ ആയിട്ടുള്ളൊരു എക്സ് ആക്സിസുമാണുള്ളത്. ഇതിൽ ഈ y ആക്സിൽ അഗ്രികൾച്ചറൽ വേജ് റേറ്റും ഈ y ആക്സിൽ മാനുഫാക്ചറിങ് വേജ് റേറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ എ എന്ന് പറയുന്നത് ഇത് ഡിമാൻഡ് കർവ് ഓഫ് ലേബർ ഇൻ അഗ്രികൾച്ചർ സെക്ടറാണ്. ഓക്കെ, ഇതിൽ എം എന്ന് പറയുന്നത് ഡിമാൻഡ് കർവ് ഓഫ് ലേബർ ഇൻ മാനുഫാക്ചറിങ് സെക്ടറാണ്. ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിൻ്റാണ് ഇവിടെ ഇക്വിലിബ്രിയം വരുന്നത്. ഓക്കെ, ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ എന്താണ് ഇവിടുത്തെ അഗ്രികൾച്ചർ സെക്ടറിലെ വേജ് WA*ഉം മാനുഫാക്ചറിങ് സെക്ടറിലെ വേജ് എന്ന് പറയുന്നത് WM*ഉമാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ പോയിന്റിൽ എത്ര ലേബേഴ്സാണ് അഗ്രികൾച്ചർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ OA*LA*, ഇത്രയും എമൗണ്ട് ഓഫ് ലേബേഴ്സാണ് അഗ്രികൾച്ചർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്. OM*LM* എമൗണ്ട് ഓഫ് ലേബറാണ് മാനുഫാക്ചറിങ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്. ഈ LA*ഉം M*ഉം ഒരു പോയിന്റിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആദ്യത്തെ കാര്യം പറയേണ്ടത്. ഇനി ഈ ഇൻ ദിസ് കേസ് ദർ ആർ നോ അൺഎംപ്ലോയ്മെൻറ്റ് എന്നാണ്. അതായത് ഇപ്പോൾ ലേബേഴ്സ് എല്ലാം ഒന്നുകിൽ അഗ്രികൾച്ചർ സെക്ടറിൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടറിൽ പൂർണ്ണമായിട്ട് എംപ്ലോയ് ആണ്, അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന സിറ്റുവേഷൻ ഇല്ല. എന്നാൽ അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ദിസ് ഇക്വിലിബ്രിയം ഈസ് നോട്ട് പോസിബിൾ. ഇങ്ങനെ ഇക്വിലിബ്രിയം സാധ്യമല്ല. എന്താണ്?
ഈ രണ്ട് സെക്ടറുകളെയും അഗ്രികൾച്ചർ സെക്ടറിലെയും മാനുഫാക്ചറിങ് സെക്ടറിലെയും വേജ് താണ്ട് ഇതുപോലെ തുല്യമായിട്ട് വരും. രണ്ടും തുല്യമായിട്ടല്ലേ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ വരാനുള്ള സാധ്യത അവിടെ ഇല്ല. അതുകൊണ്ട് ഈ ഇക്വിലിബ്രിയം പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. എവിടുത്തെ വേജ് കൂടുതലായിരിക്കും? മാനുഫാക്ചറിങ് സെക്ടറിലെ വേജ് കൂടുതലായിരിക്കും. ഇതിനെക്കാട്ടിലും അഗ്രികൾച്ചർ സെക്ടറിനെക്കാട്ടിലും കൂടുതലുമായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഈ അഗ്രികൾച്ചർ സെക്ടറിലെ വേജ് ലോ ആണെന്ന് മാത്രമല്ല അത് ഫ്ലെക്സിബിൾ കൂടെ ആയിരിക്കും. അത് വേരി ചെയ്യുന്ന ഒന്നും കൂടെ ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഡയഗ്രത്തിൽ കാണിച്ച ഇക്വിലിബ്രിയം പോസിബിൾ അല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന് ഒഫീഷ്യലായിട്ട് മറ്റ് രണ്ട് ഇക്വിലിബ്രിയം പറയുന്നുണ്ട്. ദിസ് സെക്ടർ ഹാസ് 2 other ഒഫീഷ്യൽ ഇക്വിലിബ്രിയം. അതിൽ ഒന്നും എന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് വെൻ എക്സ്പെക്റ്റഡ് വേജ് ഇൻ അർബൻ ഫോമൽ സെക്ടർ ഈസ് ഈക്വൽ ടു ആക്ച്വൽ വേജ് ഇൻ റൂറൽ സെക്ടർ. മനസ്സിലായില്ലേ? എക്സ്പെക്റ്റഡ് വേജ് ഇൻ അർബൻ ഫോമൽ സെക്ടറിൻ്റെ വേജ് ഏതിന് തുല്യമാണ്? ആക്ച്വൽ വേജ് ഇൻ റൂറൽ സെക്ടർ ഈക്വൽ ആകുമ്പോഴത്തേക്ക് ഇക്വിലിബ്രിയം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ കൊടുക്കുന്നുണ്ട്. ഹിയർ ദ ഇക്വിലിബ്രിയം ഈസ് WA ഈസ് ഈക്വൽ ടു LE ബൈ LUS ഇൻറ്റു WM. ഇതിൽ ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. അതിൽ WA എന്ന് പറയുന്നത് വേജ് റേറ്റ് ഇൻ അഗ്രികൾച്ചർ സെക്ടറാണ്. ഓക്കെ, ഇത് ഏതിന് തുല്യമാണ്? മറ്റേ ഇക്വേഷൻ വലത് കാണിച്ചിരിക്കുന്ന ആ ഒരു ഫോമിലേക്ക് തുല്യമാവണം. അതിൽ ഓരോന്നും നോക്കാം. അതിൽ WM എന്ന് പറയുന്നത് വേജ് റേറ്റ് ഇൻ മാനുഫാക്ചറിങ് സെക്ടറാണ്. അതിൻ്റെ കൂടെ വേറെ ഫാക്ടർ കൂടെ പരിഗണിക്കുന്നുണ്ട്, LE ബൈ LUS. അതിൽ LUS എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ജോബ് സീക്കേഴ്സ് ഇൻ അർബൻ ഏരിയ ആണ്. മനസ്സിലായില്ലേ? എത്ര പേര് ജോലി തേടുന്നുണ്ടെന്നുള്ളത് അർബൻ ഏരിയയിൽ. LE എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ജോബ് അവൈലബിൾ ഇൻ അർബൻ ഏരിയ. അത്ര ജോബ് അവൈലബിൾ ആണ്, എത്ര പേര് ജോലി തേടുന്നത്. രണ്ടും തുല്യമായി കഴിഞ്ഞാൽ ഓക്കെ, ഇക്വിലിബ്രിയമാണ്. പക്ഷേ നോക്കാം, അത് എന്തായാലും തീർച്ചയായിട്ടും തുല്യമായിട്ട് വരും. നമുക്ക് അതിൻ്റെ കണക്കുകളിലേക്ക് കടക്കാം. ഇതിൽ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഒന്നുകൂടെ എടുത്ത് എഴുതുന്നുള്ളൂ. ഇതിൽ LE ബൈ LUS എന്ന് പറയുന്നത് വി ഗെറ്റ്, അത് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് നമുക്ക് കിട്ടും? വി ഗെറ്റ് ചാൻസ് ടു ഗെറ്റ് ജോബ് ഇൻ അർബൻ സെക്ടർ. ഇത് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അർബൻ സെക്ടറിൽ ജോബ് കിട്ടുന്നതിനുള്ള ആ ഒരു ചാൻസാണ് നമുക്ക് കിട്ടുന്നത്. ഇതിലൊരു ഉദാഹരണത്തിന് 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ, റൂറൽ സെക്ടർ വേജ് റേറ്റ് പെർ ഡേ എന്ന് പറയുന്നത് 30 റുപ്പീസും അർബൻ സെക്ടർ വേജ് പെർ ഡേ എന്ന് പറയുന്നത് 60 റുപ്പീസുമാണ്. ഓക്കെ, നമ്മൾ ഇതിനെ നമുക്ക് ഇപ്പം LUS എന്ന് ഞാൻ പറഞ്ഞത് ടോട്ടൽ നമ്പർ ഓഫ് ജോബ് സീക്കേഴ്സ് ഇൻ അർബൻ സെക്ടർ ആണല്ലോ. അപ്പോൾ അതിന് പകരം നമുക്ക് ഈ ഒരു ഫിഗർ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാനാണ്. അപ്പോഴത്തേക്ക് ചാൻസ് ടു ഗെറ്റ് എംപ്ലോയ്മെൻറ്റ് ഇൻ അർബൻ സെക്ടർ ഈസ് ഈക്വൽ ടു LE ബൈ LUS. അത് LE ആയിട്ട് ഞാൻ പറഞ്ഞത് ടോട്ടൽ നമ്പർ ഓഫ് ജോബ് അവൈലബിൾ ഇൻ അർബൻ ഏരിയ അല്ലേ. അപ്പോൾ അതിന് പകരം നമുക്ക് ഈ ഫിഗർ എടുക്കാമെന്നുള്ളതാണ്. അപ്പം അതിന് പകരം നമ്മളിപ്പോൾ ഈ ഫിഗർ എടുത്തു കഴിഞ്ഞാൽ 30 ബൈ 60 ഇങ്ങനെ എടുത്ത് നമുക്ക് ഡിവൈഡ് ചെയ്യാം. LE അതായത് ടോട്ടൽ നമ്പർ ഓഫ് ജോബ് അവൈലബിൾ ഇൻ അർബൻ ഏരിയയ്ക്ക് പകരം റൂറൽ സെക്ടർ വേജ് റേറ്റ് പെർ ഡേ എടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ 30 ബൈ 60 ഈസ് ഈക്വൽ ടു 0.5 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ കണക്ക് ഞാൻ ഈ 0.5 ഞാൻ മുകളിൽ കാണിച്ചിട്ടുള്ള ഇക്വേഷനിൽ ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ WAയുടെ സ്ഥാനത്ത് 30 എഴുതാം. ഈസ് ഈക്വൽ ടു 0.5 നമുക്കിപ്പോൾ കിട്ടിയത് ഇൻറ്റു 60. അത് നമുക്ക് അർബൻ സെക്ടർ വേജ് പെർ ഡേ 60 ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് 30 ഈസ് ഈക്വൽ ടു 30, അതായത് എക്സ്പെക്റ്റഡ് വേജ് റേറ്റ് ഇത് 30 ഈസ് ഈക്വൽ ടു 30 എന്ന് വരും. അത് അവിടെ തുല്യമായിട്ട് അവിടെ ഇക്വിലിബ്രിയത്തിലെത്തുന്നു. അപ്പം എന്തിന് തുല്യമായിട്ട് വരും? ആക്ച്വൽ റൂറൽ വേജ് റേറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് അർബൻ വേജ് റേറ്റ് ആയിട്ട് വരുന്നു. ഓക്കെ, ഞാൻ നേരത്തെ കാണിച്ച ഡയഗ്രത്തിലെ QQ എന്ന ലൈനാണ് ഈ ഇക്വിലിബ്രിയം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദിസ് ഇക്വിലിബ്രിയം പോയിന്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ QQ ലൈൻ. ഇത് ഈ ലൈനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതാണ് ന്യൂ ഇക്വിലിബ്രിയം ലൈൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ഒഫീഷ്യൽ ഇക്വിലിബ്രിയം പരിശോധിക്കാം. ഇതിൽ അർബൻ സെക്ടറിൽ 2 സെക്ടറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഫോമൽ സെക്ടർ എന്നും ഇൻഫോമൽ സെക്ടർ എന്നും 2 സെക്ടറായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഹയർ വേജ് റേറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ അർബൻ ഫോമൽ സെക്ടർ. ഫോമൽ സെക്ടറിൽ നമുക്ക് ഹയർ അർബൻ വേജ് ആണ് കിട്ടുന്നത്. അതിൽ WM ഈസ് ഈക്വൽ ടു 60. പിന്നെ അർബൻ ഇൻഫോമൽ സെക്ടർ ആർ അണ്ടർ പെയ്ഡ് സെക്ടർ. ഇൻഫോമൽ സെക്ടർ എന്ന് വെച്ചാൽ അണ്ടർ പെയ്ഡ് സെക്ടറാണ്, വേജ് കുറവാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? അർബൻ ഫോമൽ സെക്ടർ കനോട്ട് എംപ്ലോയ് എവറി വൺ വിത്ത് ദിസ് വേജ് റേറ്റ്. അപ്പം ഫോമൽ സെക്ടറിൽ എല്ലാവരെയും ഈ വേജിൽ ഈ ഫോമൽ സെക്ടറിലേക്ക് ജോലിക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഇൻഫോമൽ സെക്ടറിലേക്ക് പോയേ പറ്റൂ. ഇതിൽ ഫോമൽ സെക്ടർ എന്ന് വെച്ചാൽ ഒരു ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിം വർക്കുള്ള, അപ്പോൾ ഒരു സ്ഥാപനത്തിലോ ഒരു ഓർഗനൈസേഷനിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ് ഫോമൽ സെക്ടർ എന്നുള്ളത്. ഇൻഫോമൽ സെക്ടർ എന്ന് വെച്ചാൽ ഇതിലൊന്നും പെടാതെ സ്വയം തൊഴിൽ ചെയ്യുന്നപ്പം വഴിയോരത്തിൽ കച്ചവടം, പച്ചക്കറി കച്ചവടം ചെയ്യുന്നവർ കാണത്തില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഉള്ളവരെയാണ് ഇൻഫോമൽ സെക്ടർ എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി നമുക്ക് പഴയ ഡയഗ്രത്തിലേക്ക് പോകാം. അവിടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അർബൻ സെക്ടർ ക്യാൻ ഗീവ് എംപ്ലോയ്മെൻറ്റ് അപ് ടു OM/LM ഓഫ് പീപ്പിൾ. അതായത് OM/LM ഇത്രയും എമൗണ്ട് ഓഫ് പീപ്പിളിനാണ് ആർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുക? അർബൻ സെക്ടറിന്. ഓക്കെ, എന്നാൽ
OALA people is working in agriculture sector. ഇത്രയും OALA ഇത്രയും എമൗണ്ട് ഓഫ് പീപ്പിൾ ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അഗ്രികൾച്ചർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ആർ സാറ്റിസ്ഫൈഡ്, അവർ സാറ്റിസ്ഫൈഡുമാണ് വിത്ത് ദെയർ വേജ് ആൻഡ് ഡോണ്ട് വാണ്ട് ടു മൈഗ്രേറ്റ്. അത്രയും ആൾക്കാർക്ക് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അപ്പോൾ ബാക്കിയുള്ള ഈ എല്ലാം ഇത്രയും ഒരു വിഭാഗം ആൾക്കാർ വരുന്നില്ലേ, അപ്പം അവർക്ക് എന്ത് കിട്ടുന്നില്ല? അത്രയും ആൾക്കാർക്ക് നോട്ട് ഗെറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഇൻ അർബൻ ഫോർമൽ സെക്ടർ, അതായത് അർബൻ ഫോർമൽ സെക്ടറിൽ കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് രണ്ട് ഓപ്ഷൻ ഉള്ളത്. ദീസ് പീപ്പിൾ ഹാവ് ടു ഓപ്ഷൻസ്, എയ്തർ ബി അൺഎംപ്ലോയിഡ്, ഒന്നുകിൽ അവർക്ക് തൊഴിലില്ലാതെ വെറുതെ വീട്ടിലിരിക്കാം, ഓർ ഫൈൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ അർബൻ ഇൻഫോർമൽ സെക്ടർ. നേരത്തെ പറഞ്ഞ പട്ടണ പ്രദേശങ്ങളിൽ പോയി എങ്കിലും വഴിയോര കച്ചവടങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ അതാണ് ഇൻഫോർമൽ സെക്ടർ എന്ന് പറയുന്നത്, അവിടെ പോയി ജോലി ചെയ്യാം, അല്ലെങ്കിൽ തൊഴിലില്ലാതെ വീട്ടിലിരിക്കാം. ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഇവർക്ക് മുന്നിലുണ്ട്. അപ്പോൾ അവർ എന്ത് ചെയ്യും? ദെൻ ദേ ഹാവ് അതർ ഇക്വിലിബ്രിയം പോയിന്റ്. ഇപ്പോൾ അവർക്ക് മറ്റൊരു ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ടാകും. അത് ഞാൻ കാൽക്കുലേഷനോടെ കാണിച്ചു തരാം. ഇതിലെ ഇക്വിലിബ്രിയം കാണിക്കുന്ന ഡയഗ്രം ഒന്ന് പരിശോധിക്കാം. ഇതിൽ WA ഈസ് ഈക്വൽ ടു LF ബൈ LF പ്ലസ് LI ഇൻറ്റു W ബാർ ആണ് കേട്ടോ, പ്ലസ് LI ബൈ LF പ്ലസ് LI WI. ഇതിൽ ഓരോ നമുക്ക് നോക്കാം. അതിൽ WA എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ വേജ് റേറ്റ്, LF എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയിഡ് പീപ്പിൾ ഇൻ ഫോർമൽ സെക്ടർ, LI എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയിഡ് പീപ്പിൾ ഇൻ ഇൻഫോർമൽ സെക്ടർ. ഓക്കെ, അതിൽ അപ്പം LF പ്ലസ് LI എന്നൊരു ഒരു കാൽക്കുലേഷൻ വരുന്നില്ലേ, അത് കാണിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ജോബ് സീക്കേഴ്സ് ഇൻ ബോത്ത് സെക്ടറാണ്. അത് നമുക്ക് വ്യക്തമാണ്. W ബാർ എന്ന് പറയുന്ന ആ കാണിക്കുന്നത് വേജ് റേറ്റ് ഇൻ ഫോർമൽ സെക്ടറാണ്. ഓക്കെ, ഇതിൽ WI എന്ന് പറയുന്നത് അതും കൂടെ പറയാനുള്ളൂ, അതെന്ന് പറയുന്നത് വേജ് റേറ്റ് ഇൻ ഇൻഫോർമൽ സെക്ടർ. അപ്പോൾ ഇത്രയും ഒരു കാൽക്കുലേഷൻ കൊണ്ടാണ് ഏത് തീരുമാനിക്കുന്നത്? ഇതിൻ്റെ രണ്ടാമത്തെ ഒഫീഷ്യൽ ഇക്വിലിബ്രിയം തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.